ഹായ്, എന്താണ് ഒരു പ്രോംപ്റ്റ്, എന്താണ് അതിൻ്റെ സിഗ്നിഫിക്കൻസ്? ഈ കാര്യങ്ങളാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. AI ആയിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനും അത്തരത്തിലുള്ള ആളുകളെ സപ്പോർട്ട് ചെയ്ത് ഉയർത്തി കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് നമ്മളൊരു സ്ട്രോങ് ആയിട്ടുള്ളൊരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഒരു വാട്സപ്പ് ചാനൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. എല്ലാവരും അത് എന്ത് ചെയ്യുക, ഫോളോ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. എന്താണ് ഒരു പ്രോംപ്റ്റ്? ആക്ച്വലി നിങ്ങൾ ഒരു AI സിസ്റ്റത്തിൻ്റെ അടുത്ത് കൊടുക്കുന്ന ഇൻപുട്ടിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പ്രോംപ്റ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ആ ഒരു പ്രോംപ്റ്റ് എന്ന് പറയുന്ന ഒരു വാക്കിൻ്റെ, ഒരു വേർഡിൻ്റെ മീനിങ് എന്ന് പറയുന്നത് ആക്ച്വലി ബ്രിങ് ഔട്ട് അല്ലെങ്കിൽ എൻകറേജ് ടു സേ സംതിങ് എന്നതാണ്. അപ്പോൾ എന്താണ് ഇതിൻ്റെ ഒരു സിഗ്നിഫിക്കൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ കൊടുക്കുന്ന പ്രോംപ്റ്റിൻ്റെ ക്വാളിറ്റിക്ക് അനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ആയിട്ട് ഞാനൊരു രണ്ട് റിയൽ ലൈഫ് സെനാരിയോ പറയാം, നിങ്ങളൊന്ന് അസ്യൂം ചെയ്യണം. അപ്പോൾ ഫസ്റ്റത്തെ സെനാരിയോ എന്ന് പറയുന്നത്, ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാണ് നമുക്കൊന്ന് പുറത്ത് പോകണം. ഓക്കെ, ഞാൻ എന്തിനാണ് പോകണമെന്നുള്ളതോ എവിടേക്കാണോ പോകുന്നതെന്നുള്ളതോ എപ്പോഴാണ് പോകണമെന്നുള്ളതോ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ ജസ്റ്റ് ഒരു ജനറൽ ആയിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റാണ് ഞാൻ ഇവിടെ നടത്തിയത്, നമുക്കൊന്ന് പുറത്ത് പോകണം. ഇനി രണ്ടാമത്തെ ഒരു സെനാരിയോ ആലോചിച്ച് നോക്കുക. ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാണ് നമുക്ക് ഒന്ന് പുറത്ത് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോകണം. അത് ഇന്ന സ്ഥലത്ത് പോകണം, ഇന്ന ഷോപ്പിൽ പോകണം. അത് അവിടെ ഈ ഇത്തരത്തിലുള്ള ഒരു ഡിഷ് ഉണ്ട്, വളരെ ഫേമസ് ആണ്, അത് ഇന്ന സമയം മുതൽ ഇന്ന സമയം വരെ അവൈലബിൾ ഉള്ളൂ, ആ സമയത്താണ് നമ്മൾ പോകേണ്ടത്. അപ്പോൾ ഈ ഒരു രണ്ട് പ്രോംപ്റ്റുകളെ നിങ്ങളൊന്ന് അനലൈസ് ചെയ്യുക. ഫസ്റ്റ് ഒരു ജനറൽ പ്രോംപ്റ്റാണ്, എന്താണോ ഏതാണെന്നുള്ളത് ഒരു ക്ലിയർ കട്ട് ഐഡിയ അല്ല. എന്നാൽ ഈ രണ്ടാമത്തെ പ്രോംപ്റ്റിൻ്റെ കേസിൽ എന്ന് പറയുന്നത് നമുക്കൊരു വളരെ ക്ലിയർ ആയിട്ടുള്ളൊരു ഐഡിയ ഞാനിവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ എവിടെ പോകണമെന്നുള്ളതും എന്താ ചെയ്യേണ്ടതെന്നുള്ളതിനെ കുറിച്ച് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഈ രണ്ടാമത്തെ ഈ ഒരു പ്രോംപ്റ്റ് ഫോളോ ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്ന എക്സ്പീരിയൻസ് എന്ന് പറയുന്നതും മനോഹരമായിരിക്കും. പക്ഷേ നേരെ മറിച്ച് ഈ ഫസ്റ്റ് പ്രോംപ്റ്റ് ഫോളോ ചെയ്യുന്ന സമയത്ത് എനിക്ക് കിട്ടുന്ന എക്സ്പീരിയൻസ് അത്ര മനോഹരമായിക്കൊള്ളണം എന്നില്ല, അതൊരു ലക്ക് ബേസ്ഡ് ആയിട്ട് മാറും. ഇത്തരത്തിലാണ് നമ്മുടെ പ്രോംപ്റ്റിൻ്റെയും കേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സ്ട്രോങ് ആയിട്ടുള്ള പ്രോംപ്റ്റിന് 3 പാർട്ടാണുള്ളത്. ഫസ്റ്റ് വൺ അതിൻ്റെ കോണ്ടെക്സ്റ്റ് ആണ്, അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയാം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ആയിട്ട് ഞാൻ പറയാണ്, ഞാൻ അടുത്ത സമ്മറിൽ ഒരു ഊട്ടിയിലോട്ടൊരു ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട്. അതാണ് എൻ്റെ ബാക്ക്ഗ്രൗണ്ട്, കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത്. അതായത് ഞാനൊരു ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട്, ഞാനൊരു കാര്യം ഉദ്ദേശിക്കുന്നുണ്ട്, അതിന് നമുക്ക് കോണ്ടെക്സ്റ്റ് എന്ന് പറയാം. രണ്ടാമത്തെന്ന് പറയുന്നത് അതിൻ്റെ ടാസ്ക് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ AI സിസ്റ്റം നിങ്ങൾക്ക് എന്താണോ ചെയ്തു തരേണ്ടത് അതിനെയാണ് നമ്മൾ ടാസ്ക് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണ്, ഇപ്പോൾ നമ്മുടെ ഈ ഒരു കേസിൽ, ഈ ഒരു എക്സാമ്പിളിൻ്റെ കേസിൽ നമ്മൾ പറയുകയാണ്, എനിക്ക് ഊട്ടിയിൽ കുറച്ച് വിസിറ്റ് ചെയ്യാൻ പറ്റിയ കുറച്ച് പ്ലേസുകൾ റെക്കമെൻഡ് ചെയ്ത് തരണം. ഇതാണ് ടാസ്ക്. അപ്പോൾ മൂന്നാമത്തെ പാർട്ട് എന്ന് പറയുന്നത് അതിൻ്റെ ഫോർമാറ്റാണ്. ഫോർമാറ്റ് എന്ന് ഉദ്ദേശിച്ചത് നിങ്ങൾക്ക് ഏത് തരത്തിലാണോ നിങ്ങൾക്ക് ആ ഒരു കാര്യം ഈ സിസ്റ്റം ചെയ്ത് തരേണ്ടത്. ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മുടെ ഈ ഒരു എക്സാമ്പിളിൻ്റെ കേസിൽ പറയുകയാണെങ്കിൽ, ഞാൻ പറയുകയാണെങ്കിൽ എനിക്ക് 2 ദിവസമാണ് ഞാൻ ഊട്ടിയിൽ ഉണ്ടാകാൻ പോകുന്നത്. അപ്പോൾ ഈ 2 ദിവസത്തിനുള്ളിൽ എനിക്ക് കണ്ടു തീർക്കാൻ പറ്റുന്ന സ്ഥലങ്ങളാണ് എനിക്ക് റെക്കമെൻഡേഷനായിട്ട് വേണ്ടത്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് പറയാം 4 or 5 സ്ഥലങ്ങളാണ് എനിക്ക് റെക്കമെൻഡേഷനായിട്ട് വേണ്ടത്. അപ്പോൾ ഇത്തരത്തിൽ ഈ ഒരു 3 പാർട്ട് നിങ്ങൾ നിങ്ങളുടെ പ്രോംപ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് വളരെ ക്രിസ്പായിട്ടുള്ള, വളരെ ക്ലിയർ ആയിട്ടുള്ള ഔട്ട്പുട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഒരു ടിപ്പ് കൂടി പറഞ്ഞുതരാം. ഇപ്പോൾ ഈ ChatGPT ആണെങ്കിലും പെർപ്ലെക്സിറ്റി, ഗ്രോക്ക്, ക്ലൗഡ്, ഇത്തരത്തിലുള്ള എല്ലാ AI പ്ലാറ്റ്ഫോമുകളും നല്ല രീതിയിലുള്ള ആക്ടേഴ്സാണ്. അപ്പോൾ നിങ്ങൾ ആക്ട് ആസ് എന്ന് പറയുന്ന ഈ ഒരു വേർഡ് നിങ്ങൾ നിങ്ങളുടെ പ്രോംപ്റ്റിൽ യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി നല്ല രീതിയിലുള്ള ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഒന്നുകൂടി ഞാൻ ക്ലിയർ ആക്കി തരാം എങ്ങനെയാണ് ഇത് യൂസ് ചെയ്യേണ്ടതെന്നുള്ളത്. ഇപ്പോൾ ഞാൻ എൻ്റെ ഈ ഒരു ഊട്ടിയിലോട്ട് ട്രിപ്പ് പ്ലാൻ ചെയ്യുന്ന ഒരു എക്സാമ്പിൾ തന്നെ ഞാൻ പറയുകയാണ്, ഐ എം പ്ലാനിങ് എ വെക്കേഷൻ ടു ഊട്ടി ഇൻ ദി സമ്മർ എന്ന് ഞാൻ പറഞ്ഞു. അതാണ് നമ്മുടെ കോണ്ടെക്സ്റ്റ്, ബാക്ക്ഗ്രൗണ്ട്. അതിൻ്റെ കൂടുതൽ ഞാൻ പറയുകയാണ്, ആക്ട് ആസ് എ പ്രൊഫഷണൽ ടൂർ ഗൈഡ്. മനസ്സിലാവും? ആക്ട് ആസ് എ പ്രൊഫഷണൽ ടൂർ ഗൈഡ്. ഇവിടെ നിങ്ങൾക്ക് എന്താണ് നിങ്ങൾക്ക് വേണ്ട സംഭവം അതിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള ആരെങ്കിലും പ്ലേസ് ചെയ്യുക, ആക്ട് ആസ് എന്ന് കൊടുത്തിട്ട്. എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മുടെ ഫോർമാറ്റ് കാര്യങ്ങളും കൊടുക്കുക. അങ്ങനെ വരുന്ന സമയത്ത് മാക്സിമം നല്ല രീതിയിലുള്ള ഔട്ട്പുട്ട് നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ഓക്കെ ആണല്ലോ? മറ്റൊരു ടിപ്പ് കൂടി തരാം. എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ ചില കാര്യങ്ങളൊക്കെ നമ്മൾ വായിച്ചിട്ടോ നമുക്ക് അല്ലെങ്കിൽ നോക്കിയിട്ടോ ചില ഡേറ്റാസൊക്കെ നോക്കിയിട്ടോ നമുക്ക് മനസ്സിലാവാത്തുണ്ടെങ്കിൽ നമ്മൾ നേരെ ChatGPTൻ്റെ അടുത്തോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്ലാറ്റ്ഫോമുകളുടെ അടുത്ത് നമ്മൾ ചോദിക്കാറില്ല, ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്ത് തരാൻ വേണ്ടിയിട്ട്. അവിടെ നിങ്ങൾ ആസ് എ ലേമാൻ ക്യാൻ അണ്ടർസ്റ്റാൻഡ്
എന്ന് പറയുന്ന ഒരു സെൻറ്റൻസ് യൂസ് ചെയ്യുകയാണെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലെയ്മാൻ എന്ന് പറയുമ്പോൾ ഈ ഗുഹകളിലും അങ്ങനെ കാട്ടിലേക്ക് ജീവിക്കുന്ന, അതായത് ഒരു അറിവോ കാര്യങ്ങളോ ഇല്ലാത്ത ആളുകൾക്കാണ് നമ്മൾ ലെയ്മാൻ എന്ന് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പറയാണ് ഒരു എക്സ്പ്ലെയിൻ ദിസ് ഇൻ എ വേ ദാറ്റ് എ ലെയ്മാൻ ക്യാൻ അണ്ടർസ്റ്റാൻഡ് എന്ന് പറയുന്ന ഈ ഒരു സെൻറ്റൻസ് നിങ്ങൾ നിങ്ങളുടെ പ്രോംപ്റ്റിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ കൊടുത്തിരിക്കുന്ന ചോദിച്ചിരിക്കുന്ന ഡൗട്ട് അല്ലെങ്കിൽ ആ ഒരു ടെക്സ്റ്റ് നിങ്ങൾക്ക് എത്രമാത്രം സിമ്പിളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ പറ്റുമോ അത്രമാത്രം സിമ്പിളായിട്ട് ഈ AI സിസ്റ്റംസ് എന്ത് ചെയ്യും, നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരും എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ദാറ്റ്സ് ഓൾ. താങ്ക് യു. ലവ് യു ഗൈസ്.